ശംഭോ മഹാദേവ. 2025 മഹാകുംഭമേളയാണ് പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രയാഗ്രാജിലെ കുംഭമേളയെ കുറിച്ചിട്ട് പലരും ചോദിച്ചു, വാട്സപ്പിലൊക്കെ വിളിച്ച് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കുംഭമേള എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പാലാഴി കടഞ്ഞെടുക്കുന്ന സമയത്ത് അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പാലാഴി കടഞ്ഞെടുക്കുമ്പോൾ അമൃത് ഉണ്ടാവുകയും അമൃത കുംഭവുമായിട്ട് ഗരുഡൻ അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി അമൃത കുംഭവുമായിട്ട് ഗരുഡൻ പറന്നുയർന്നു. അങ്ങനെ പോകുന്ന വഴി ഉജ്ജയിനി, നാസിക്, ഹരിദ്വാർ, പ്രയാഗ്രാജ് എന്നിവിടങ്ങളിൽ ഇതിൽ നിന്ന് അമൃത് വീണു എന്നാണ് പറയപ്പെടുന്നത്, സങ്കല്പിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും വിശിഷ്ടമായ സ്ഥലമാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത്. പ്രയാഗ്രാജിലാണ് പ്രധാനമായിട്ടും പൂർണ്ണ കുംഭമേള നടക്കുന്നത്. ഈ പൂർണ്ണ കുംഭമേള നടക്കുന്നത് 12 വർഷം കൂടുമ്പോഴാണ്. സാധാരണ 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേളയും നടക്കാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ കുംഭമേളയ്ക്കുള്ള പ്രത്യേകത 144 വർഷത്തിന് ശേഷമാണ് രാശിചക്രങ്ങൾ നല്ല സൂര്യമുഹൂർത്തത്തിൽ എത്തിപ്പെടുന്ന ഒരു അതിവിശിഷ്ടമായ സമയം കൂടിയാണ് ഇപ്പോഴത്തെ സമയം. അപ്പം സാധാരണ രീതിയിൽ മകരസംക്രാന്തി മുതൽ ഫെബ്രുവരി 26 മഹാശിവരാത്രിയോട് കൂടിയിട്ടാണ് കുംഭമേള അവസാനിക്കാറുള്ളത്. ചോദിച്ചു എന്താണ് കുംഭമേള ചോദിച്ചാൽ, ഹിന്ദു സന്യാസി വര്യന്മാരുടെ ഒരു ആത്മീയമായ ഒരു സമ്മേളനമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ഇന്ത്യയിലുള്ള ഒട്ടേറെ വിവിധ സന്യാസി സമൂഹങ്ങളിലുള്ള ആളുകൾ ഇവിടേക്ക് വരും. അവരുടെ മഠങ്ങളായിട്ട് ഓരോ ഭാഗത്ത് വേർതിരിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ അവരുടെ ശിഷ്യന്മാരും ശിഷ്യഗണങ്ങളും എല്ലാവരും വന്നിരിക്കും. അവിടെ വെച്ച് അടുത്ത 12 വർഷത്തേക്കുള്ള കമ്മിറ്റിയെ അവർ തിരഞ്ഞെടുക്കും. മഠാധിപതികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ ശ്രേഷ്ഠന്മാരായ ആളുകളെ തിരഞ്ഞെടുക്കാനുണ്ട്, മന്ത്രിമാരുണ്ട്. അവർക്ക് അങ്ങനെ ഓരോ കമ്മിറ്റികളുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പാണ് ഈ ഒരു കുംഭമേളയിൽ വെച്ച് നടക്കുക. അതേപോലെ തന്നെ സന്യാസം സ്വീകരിക്കുന്ന ആളുകൾക്ക് ദീക്ഷ ലഭിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഇവിടെ വെച്ചിട്ടാണ് ദീക്ഷ സ്വീകരിക്കുന്നത്. പലരും തന്നെ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഇവിടെ ഒട്ടേറെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മണ്ഡലേശ്വർമാരെയും, ഓരോ മഠങ്ങൾക്കും മണ്ഡലേശ്വർമാരും മഹാമണ്ഡലേശ്വർമാരൊക്കെ ഉണ്ട്. അവരുടെ അവരോഹണം കൂടിയാണ് ഈ ചടങ്ങുകളിലൊക്കെ. ഇതിനിടയിലൊക്കെ ഈ ഒരുപാട് സന്യാസി മഠങ്ങളിൽ വിവിധമായ ആളുകൾ അവരുടെ മഠാധിപതികളെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങുകളൊക്കെ ഈ കുംഭമേളയിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ ഇതാണ് കുംഭമേളയുടെ ഒരു അടിസ്ഥാനപരമായ ഒരു തത്വം. ഇവിടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 40 കോടിയോളം ജനങ്ങൾ ഇത്തവണ എത്തുമെന്നാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ കണക്കുകളുള്ളത്. അപ്പോൾ ഇതിലെ ഒരു പ്രത്യേകത, എന്തുകൊണ്ടാണ് ആളുകൾ ഇവിടെ വരുന്നതും കുളിക്കണമെന്ന് ചോദിച്ചാൽ, ഈ സ്നാന സമയത്ത് അമൃത കുംഭത്തിലേക്ക് അമൃത് ഗംഗയിൽ കലരുമെന്നും, അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പുണ്യാത്മാക്കളും മൺമറഞ്ഞു പോയ പിതാമഹന്മാരും ഒക്കെ തന്നെ ഗംഗയിലെത്തും, ഒരുമിച്ച് സ്നാനത്തോടൊപ്പം ഉണ്ടാകും. നമ്മൾ പല ആളുകളും കാണാൻ പറ്റാത്ത അരൂപികളാണ്, കാണാൻ കഴിയാത്ത മഹാന്മാരായിട്ടുള്ള നാഗസന്യാസിമാരും അവരുടെ മുൻകാല പൂർവികരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് വിശ്വാസം. അപ്പൊ അത് അവരോടൊപ്പം കുളിക്കുക, അവരോടൊപ്പം ഈ അമൃത് ഉള്ള ഗംഗാജലത്തിൽ കുളിക്കുമ്പോൾ സർവ്വ പാപവും തീരുമെന്നും മോക്ഷം ലഭിക്കുമെന്നുമാണ് വിശ്വാസം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പ്രധാനമായിട്ടും ആളുകൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്ന് ജനുവരി 13 ആദ്യത്തെ സ്നാന ദിനമാണ്. നാളെ ജനുവരി 14 സ്നാനമുണ്ട്. അങ്ങനെ 5 ദിനങ്ങളിലാണ് സ്നാനങ്ങൾ ഉള്ളത്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതാണ് കുംഭമേളയെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ. ഇവിടെ നിരവധി നാഗ സന്യാസിമാരുണ്ട്. അപ്പൊ സന്യാസി മഠങ്ങളിൽ തന്നെ 2 വിഭാഗങ്ങളാണുള്ളത്. സന്യാസി മഠങ്ങളില് മഠായന സമ്പ്രദായത്തിലുള്ള സന്യാസിമാരുണ്ട്. അതായത് മഠത്തിൽ താമസിക്കുകയും അവിടുന്ന് പഠിക്കുകയും ജ്ഞാനം നേടുകയും ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന മഠായന സമ്പ്രദായത്തിലുള്ള സന്യാസിമാരുണ്ട്. അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുന്ന അഖാഡകളുണ്ട്. അവർ ശസ്ത്രധാരികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആയുധമായ ആളുകളാണ്. അവര് ഈ മറ്റുള്ള ആളുകളിൽ നിന്ന്, കലാപകാരികളിൽ നിന്ന് അവർ സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ നിയോഗം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവരൊക്കെ തന്നെ. അപ്പം അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതിൽ അഖാഡകളിൽ 13 തരം അഖാഡകൾ ഉണ്ട്. അതില് പ്രധാനമായും ചൂണ അഖാഡ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നാഗസന്യാസിമാരൊക്കെ അതിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതില് 3 എണ്ണം സിഖ് അഖാഡകളാണ്, 3 എണ്ണം
ശൈവ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ആളുകളാണ്, ബാക്കിയുള്ളത് ശൈവ ആ, രീതിയിലുള്ള ആളുകളാണ്. അങ്ങനെയാണ് അത് വേർതിരിച്ചിട്ടുള്ളത്. പലരും പല രീതിയിലുള്ള ആളുകളാണ്, പലരും പല വിശ്വാസങ്ങളുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ പിസ്റ്റളുള്ള ആളുകളുണ്ട്, ഇവിടെ റിവോൾവർ കൊണ്ട് നടക്കുന്ന സന്യാസിമാരുണ്ട്, റേബൻ ഗ്ലാസ് വെച്ചിട്ടുള്ള സന്യാസിമാരുണ്ട്. അതുപോലെ തന്നെ വളരെയധികം തേജസ്സും ഓജസ്സും ഉള്ള ആളുകൾ, പൊതുവെ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവര് അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള തേജസ്സുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അത് വളരെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്താ വെച്ചാൽ, ഇപ്പൊ ഇത്രയും ഇവിടെ ഇന്നൊക്കെ അല്പം ചൂടുണ്ട്, പൊതുവെ രാത്രി കാലങ്ങൾക്ക് ഭയങ്കര തണുപ്പ്, എന്നിട്ട് പോലും കൊടിയ തണുപ്പിൽ പോലും ഒരു വസ്ത്രം ധരിക്കാതെ ഇവരൊക്കെ നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നും എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന്. അപ്പൊ ഒരു പ്രാക്ടീസാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതിനിടയിൽ ഒരുപാട് ഫ്രോഡായിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ പണം കൊടുക്കുമ്പോൾ അനുഗ്രഹം തരുന്ന ആളുകളുണ്ട്. ഒരുപാട് ഫ്രോഡ് സന്യാസിമാർ വേറെ വേറെ ഉണ്ട്. ഇന്നെ പോലെ അത്യാവശ്യത്തിന് രുദ്രാക്ഷം ധരിച്ച്, ഇന്ന് മാത്രം വന്ന് ഇന്ന് തന്നെ കഷായം ധരിച്ച്, അതുപോലെ തന്നെ കഷായ വസ്ത്രം ധരിച്ച് പൈസ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് കുംഭമേളയുടെ പ്രത്യേകത. ഞാൻ സജിത്തേട്ടനും കൂടി ഇന്ന് കുംഭമേളയ്ക്ക് വന്നത്. വരുമ്പോൾ എല്ലാവരും വിചാരിച്ചു ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. എത്ര കോടി ജനങ്ങൾ വന്നാലും ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ സർക്കാർ അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഇഷ്ടംമാതിരി ഭക്ഷണം കിട്ടും. അതുപോലെ തന്നെ താമസ ടെന്റുകൾ ലഭ്യമാണ്. വില കുറഞ്ഞിട്ടുള്ളതും ലക്ഷറി ആയിട്ടുള്ള ടെന്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുംഭമേള എന്ന് പറഞ്ഞാൽ അടുത്ത 12 വർഷം കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ വരാതിരിക്കേണ്ട, മടിക്കണ്ട. ഇവിടെ വരാം. ഒരുപാട് കാഴ്ചകളാണ്, എന്നും കാഴ്ചകളാണ്. ഫോട്ടോ എടുത്തെടുത്ത് മടുക്കും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് കുംഭമേളയുടെ വിശേഷങ്ങൾ. അപ്പൊ എല്ലാവരും പറ്റുമെങ്കിൽ ഫെബ്രുവരി 26 മുന്നേ വരിക. ലക്നൗ വഴി വരുന്ന കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് വിമാനത്തിലൊക്കെ വരുമ്പം നേരെ പ്രയാഗ്രാജിലേക്ക് വിമാനം ഉണ്ടെങ്കിലും നല്ലത് ലക്നൗ വഴി വരുന്നതാണ്. ലക്നൌവിൽ വന്നു കഴിഞ്ഞാൽ പ്രയാഗ്രാജ്, അതുപോലെ തന്നെ അയോധ്യ, വാരണാസി ഒക്കെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയൊരു യാത്രയും കൂടി സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റും. ഒരു 2 ദിവസം നിന്നാൽ മാത്രം മതി ഇവിടെ. അപ്പൊ ഇതൊക്കെയാണ് കുംഭമേള വിശേഷങ്ങൾ. സി യു, ബൈ ബൈ. സൈൻ ഓഫ് വിത്ത് സജിത് CK. താങ്ക് യു, ബൈ ബൈ.